നമ്മളങ്ങനെ വീണ്ടും വഴിയെത്തി വേറൊരു വീട്ടിലെത്തി കേട്ടോ. ഈ അണ്ണനെ കണ്ടു. അണ്ണാ ಹೆಸರೇನು? ചന്ദ്ര. അങ്ങനെ ഈ മനയിലെ അക്കയോടും അണ്ണനോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നേരെ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പോവാം. കോട ഇങ്ങനെ കയറി വരുമ്പോൾ കോട കയറി തുടങ്ങി കേട്ടോ. നമ്മളിപ്പോൾ അത്യാവശ്യം ഹൈറ്റിലായി. നമുക്ക് റോഡ് തന്നെ കാണാം. റോഡ് മാടി, യാത്ര കണ്ടിന്യൂ മാടി. ക്യാമറ തിരുമാടി. അവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്, ഒരു ഷെഡ് പോലെ, റബ്ബർ ഫാക്ടറി, റബ്ബർ ഉണക്കായിരുന്ന ഒരു ഷെഡ് പോലെ. അതല്ല സംഭവം. നമുക്ക് ഇവിടെ കാണുന്ന വെച്ചാൽ താഴോട്ട് വഴിയുണ്ട്, അതുപോലെ ഈ ലെഫ്റ്റ് സൈഡോട്ട് വഴിയുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വഴിയില്ലടാ, ഇവിടെ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. കേരള മല ഇതാണ്, നമുക്ക് കഷ്ടപ്പെട്ട് നമുക്ക് കയറാം. ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്. ഈ വഴി ഈ മലമണ്ടയ്ക്കുള്ളാന്ന് തോന്നുന്നു. അട്ട കാണാൻ ചാൻസ് ഉണ്ട് ഇവിടെ. പോയി നോക്കാം. ഏതായാലും നമ്മൾ കയറാൻ പോവാണ് ഈ വഴി മേലോട്ട്. Seems this is the place. മോനെ ഇവിടെ വ്യൂ ഉണ്ട്. മഴ ചാറൽ തുടങ്ങി. അങ്ങോട്ട് നോക്കടാ അവിടെ. അതാ കുതിരമുക്ക് നേത്രാവതി പീക്കൊക്കെ ആയിരിക്കും ആ കാണുന്നത്. ആ ഏരിയ ഒക്കെയാ എന്ന് തോന്നുന്നു. അടോണോ. എനിവേ ലെറ്റ്സ് ഗോ ടു ദ ടോപ്പ്. കണ്ട് പാമ്പാന്ന് വിചാരിച്ച് പേടിച്ചു, പക്ഷെ എന്തൊരു വേരായിരുന്നു. കമ്പ് വഴി നല്ല ചെറുതായി, ചെറിയ വഴിയാ, കാട് പിടിച്ചിടക്കുന്ന ഒരു വഴിയാ. വഴി പോലെ ഉണ്ട് ഭാഗ്യത്തിന്. ഇവിടെ ആണെങ്കിൽ കിങ് കോബ്രകളുടെ വിഹാര മേഖലയാണെന്നാ പറയുന്നത്. ഒത്തിരി എണ്ണമുള്ള സ്ഥലമാണെന്നാ. ഷൂസേ കടിച്ചേക്കൂല. തുണിയുടെ മേലെ കടിച്ചാൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കും. പോടാ പട്ടി, അത് കമ്പാടാ. ആ കമ്പെടുത്ത് കളാ, അതവിടെ നിർത്ത് കളാ. തിരിച്ചു ചെല്ലും വില പേടിക്കൂലേ. We have some route here. അന്ന് നമ്മൾ പറഞ്ഞ പാറ ഉണ്ടെന്നല്ലേ പറഞ്ഞ, പാറകൾ കാണുന്നുണ്ട്. സുല്ലണം പറഞ്ഞത് മേലെ സ്ഥലം കുറേ ചരിഞ്ഞ പാറകൾ കാണാം. അതെ ചെരുപ്പ് കിടപ്പുണ്ട് ഇവിടെ. ആരുടെയൊക്കെയോ മുമ്പ് വന്ന ആരുടെയൊക്കെ ചെരുപ്പൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പാറകളവിടെ കാണുന്നുണ്ട്, ചരിഞ്ഞ പാറകൾ. ഇത് തന്നെ അജ്ജിക്കൊട്ട. കുറെ അട്ടക്കടി ഉണ്ടെങ്കിലും സാധനം വറുത്ത് തന്നെ. ക്യാമറ വെള്ളമായോ? ക്യാമറ വെള്ളം കയറിയടാ. ചെറിയ വഴിയാണ്, നല്ല കയറ്റം കേട്ടോ ഇത്. പക്ഷെ മോനെ ഈ വ്യൂ. ഇതൊരു എപ്പിക് സ്ഥലം തന്നെ. അജ്ജിക്കുട്ടേ നിങ്ങൾ കാണിച്ചൊരു സ്വർഗമാണ് ഗായ്സ്. ഇവിടെ ചുറ്റും നോക്കി വന്നു, ഫുൾ കോടയും ചെറിയൊരു മഴയും കുറെ മഞ്ഞപ്പൂക്കളും. ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞ ദിവസം നിങ്ങൾക്ക് അറിയില്ലേ, മഞ്ഞപ്പൂക്കളും ചുറ്റും മലകളും. ചെല്ലി ഭയങ്കര തണുപ്പ് ഗായ്സ്, തണുപ്പ് ഗായ്സ്. ഇത് നിങ്ങൾ ഫോണിൽ കാണുമ്പോൾ എത്ര ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോണ്ടല്ലോ, ചെന്നാഗിതേ ബ്യൂട്ടി. വഴി സൈഡ് ഇങ്ങനെ അങ്ങോട്ട് കുഴിയാ, ഈ സൈഡ് താഴോട്ട്. ഇതിൻ്റെ ബാക്കിപ്പോൾ നമ്മൾ കയറി പോന്നേ. വഴിയോ? ഈ വഴിയാന്ന് തോന്നുന്നു മേലോട്ടുള്ള വഴി. അത് സൈഡിൽ കൂടെ അങ്ങോട്ടുള്ള വഴിയാ. ഇവിടെ നമുക്ക് കയറിപ്പാം. അയ്യോ തെന്നല്ലേ. എടാ ആ കല്ലൊക്കെ തിന്നുന്നുണ്ടേ. കമ്പോ? അതെന്തിനാ? കമ്പെന്തിനാ? നമ്മൾ വേറെ 4 പേരെ കണ്ടോ. അവന്മാർ ഈ വഴിയല്ല പോകേണ്ടത്, ആ വഴിയാണ്. ജസ്റ്റ് ഇപ്പം കണ്ടോ, അവന്മാർ മേലെ കയറി ഇറങ്ങി വരാൻ തോന്നുന്നു. നോടി ജീപ്പില്ല. ഓക്കെ. വൈൻ ഷോപ്പ് സംസേ വൈൻ ഷോപ്പ്. അവിടുന്ന് എല്ലിന്താ ഒളിഫോഗ്.
We go to the top anyway. You had some other booking earlier? You had Netravati booking? But it got cancelled, right? We also had Netravati booking. We are from Northern Kerala. North? Middle of Kerala. എവിടെ? പത്തനംതിട്ടയാണോ നോർത്ത് കേരള? വിവേക് പത്തനംതിട്ട നോർത്ത് കേരളയാന്ന് പറയുന്നത്. ഇവരാണ് നമ്മൾ വഴിയിൽ നിന്ന് കണ്ടു. ഇവർ പറഞ്ഞു ഗൈഡ് ഇല്ലെന്നൊക്കെ അവന്മാർ ചോദിച്ചു. അവരുടെ കൂടെ ഉള്ളവൻ ഒരു ഗൈഡാണ്. ഗൈഡില്ലാതെ നിങ്ങൾ എന്തിനു വന്നു എന്നൊക്കെ. പുള്ളിക്ക് 2000 രൂപയായിരുന്നു ഗൈഡിന്. ഏതായാലും ഗൈഡില്ലാതെ നമ്മൾ വന്നു. വഴിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും നമ്മൾ വഴിയെല്ലാം കണ്ടുപിടിച്ച് നടക്കുകയാണ്. ഈ വഴി കയറിപ്പാൻ അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ മറ്റേ വഴി മാറി തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഇവരെ കണ്ടത് വളരെ നന്നായി, ഇല്ലെങ്കിൽ വഴി മാറിപ്പോയനെ. അല്ലെങ്കിൽ നമ്മൾ വേറെ വഴിക്ക് പോയനെ. സോ വി ആർ ഗോയിങ് ദിസ് വേ. സുല്ലണ്ണം പറഞ്ഞ കല്ല് കണ്ടു. ഇതാണ് സുല്ലണ്ണം പറഞ്ഞ കല്ല്. ഇത് തന്നെ. ഇതിന്റെ മേലെ കയറിയുന്നതാണ് 1000 അടി താഴ്ചയിലേക്ക് വീഴുന്ന സുല്ലണ്ണം പറഞ്ഞത്. ഇവിടാണ് തോന്നുന്നു 1000 അടി. ഇനി മേലോട്ട് കയറാം. ഇവിടുന്ന് ഫോട്ടോ എടുക്കണോ? ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. മാത്രമേ ഒഴിക്കാൻ പറ്റുള്ളൂ. എന്റെ മറ്റേ അമ്മയിൽ കണ്ട എന്നെ കൊല്ലോ. എല്ലാം മെനുവേ വെറലി വേണം. ഒടുക്കത്തെ കാറ്റാട്ടോ. അൺസൈക്കിൾ കാറ്റിൽ കൂടെ നടന്ന് കിടന്ന് വിഷ്ണുദേ മുകളിലെത്തിയിരിക്കുകയാണ്. ഇതാ കാണുന്ന പീക്കാണ് നമ്മുടെ അജ്ജിഗുഡ ഗ്രാനി ഹിൽസ് പീക്ക്. അപ്പോൾ അവൻ ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമുക്ക് അവനെ ഫോളോ ചെയ്യാം. തണുപ്പും ഇതാണ് ഇതിൻ്റെ ഒരു ഹരം. ഇവന്മാർക്കറിയാം ഇങ്ങോട്ടല്ല ഊരി ഫുള്ള് നനഞ്ഞതായാലും. Guys, I'm very much excited. Half weekend. This is the topmost point. That's where we are going. This is exhilarating. Great! Woo! Woo! Alright.
but this is a place that's worth putting all this effort. 100%. തണുത്തിട്ട് എനിക്ക് ഫോണിൻ്റെ ബട്ടൺ ഒന്നും പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. This is the place. Guys, this is the peak. We are at the top of Ajiguda. This is an amazing place to be. വിവേക് കല്ലും കയറി വരുന്നുണ്ട്. സ്പൈഡർമാൻ പോലെ. ரொம்ப ദൂരം പോച്ച് വച്ചാ ரொம்ப ദൂരം. ഇതാണ് എന്റെ ടോപ്പ് മാടി. ഇതാണ് എന്റെ ടോപ്പ്, ഏറ്റവും പീക്ക് പോയിന്റ്. അത് അവിടെ ആണോ? വഴിയുണ്ടാ? കോടയില്ലാന്ന് നല്ല കേട്ടോ. ഓ എന്റെ മോനെ, പോയിരുന്നെങ്കിൽ പോയില്ലേ? കാണ കാണ വ്യൂ കാണ. Come on guys, follow பண்ணு. Follow மாடி. ചുരുങ്ങ മുള്ളിയാലോ. മുള്ളിയാ റിവേഴ്സ് വാട്ടർഫോൾ. റിവേഴ്സ് വാട്ടർഫോൾ. അത് എഴുതലാ. അങ്ങനെ കയറി 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 ഇതിൻ്റെ ഏറ്റവും പീക്കിലെത്തിയെന്ന് തോന്നുന്നു. ഇനി മേളിലോട്ടൊന്നുമില്ല, ഇനി താഴോട്ട് കൊക്കയ. അപ്പം ഇതാണ് അജ്ജിഗുഡ. ഇവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ കോടയും മലകളെല്ലാം കണ്ട് വൈബ് ചെയ്ത്, പിന്നെ എൻ്റെ ഒരു ഉയർനാടി നൻപിനെ എടുക്കാനൊരു 10-20 ടേക്കും എടുത്ത് അവസാനം നമ്മൾ ഇവിടുന്ന് പയ്യെ സ്കൂട്ടാവുകയാണ്. 1 മണിക്കൂർ കൊണ്ട് തിരിച്ച് സംശ എത്തി 2:30 ബസ് നമുക്ക് പിടിച്ച് മംഗലാപുരത്തോട്ട് പോകണം. അത് അട്ടകടിച്ചായിരിക്കും. അപ്പോൾ ഓക്കെ ബൈ, കർണാടകയ്ക്ക് വിടാം.